ഇന്ന് ഞാനൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഉച്ചയായപ്പോഴാണ് ബ്രദർ വിളിച്ചിട്ടുണ്ടായിരുന്നത്, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇവിടേക്കുമല്ല, നമ്മളെ പാലക്കാട് പുതിയ ലുലു മാളിൻ്റെ ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഡേയ്സ് ആയിട്ടുള്ളൂ. സംഭവം ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഷൂട്ട് ചെയ്തതാണ്. എഡിറ്റ് ചെയ്യാനും വൈകിപ്പോയതാണ് കേട്ടോ. ഇത് അപ്ലോഡ് ആവാനും കുറച്ച് ലേറ്റ് ആയിരിക്കും, കാരണം നമുക്ക് വെഡ്ഡിങ് വീഡിയോസ് പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2:30 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. ആ ടൈം ആകുമ്പോഴത്തേന് ഇറങ്ങാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കസിൻ ബ്രദർ ഉണ്ട് കേട്ടോ കൂടെ, അവനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴി ഈ ഒരു പച്ചപ്പരവതാനി പോലത്തെ നല്ല ഭംഗിയുള്ള പാടം കണ്ടപ്പോൾ ഞാനൊന്ന് ഷൂട്ട് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല രസമുള്ള വ്യൂ ആണ്. അതുപോലത്തെ വ്യൂ പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളങ്ങനെ പോയി ലുലുമാളിൻ്റെ അവിടേക്ക് എത്താറായി. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നിങ്ങൾക്ക് വണ്ടികളൊക്കെ കണ്ടതിന് മനസ്സിലാവും, അത്ര പാർക്കിംഗ് ചെയ്യാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കസിൻ ബ്രദർ അവന് വണ്ടി പാർക്ക് ചെയ്ത് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ അവന് പോയി. വരുന്ന വഴിയിൽ തന്നെ ലുലു അറ്റ് പാലക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവമുണ്ട്. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഞാൻ പോയിട്ടുള്ളത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലേക്കാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഡിഫറെൻ്റ് ആണ്. പിന്നെ ലുലു മാളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നമ്മൾ 4 മണിക്ക് ആയിട്ടുണ്ടാവും, 4 മണിയോ 4 മണി ആയിട്ടുണ്ടാവും എത്തിയപ്പോൾ. അത്യാവശ്യം നല്ലോണം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത്തേത് ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ്റെ ടൈമാണ്. അതുപോലെ തന്നെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലോണം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പുതുതായിട്ട് ഇപ്പോൾ ഓപ്പൺ ആയതല്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ സ്മെൽ കുട്ട് എന്ന് പറഞ്ഞിട്ട് നല്ല പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടില്ല ഗൈസ്, ഇത്രത്തോളം തിരക്കാണ്. അതുകൊണ്ട് മുകളിലേക്കൊന്നും നമ്മൾ പോകാൻ തന്നെ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് നോക്കുക, പോയിട്ടാൽ പോലും കാണില്ല എന്നറിയില്ല, അത്രത്തോളം ജനങ്ങളും തിങ്ങി നിറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു സൈഡിലെ സെക്ഷനിലേക്ക് നോക്കിയപ്പോൾ നല്ല ജ്വല്ലറി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു നെക്ലസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രെയിം സെറ്റൊക്കെ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണിത്. അപ്പോൾ ഇത് ഫ്രെയിം ഇവിടുന്ന് ചെയ്ത് കൊടുക്കണം എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിക്കണം നിന്നില്ല, ജസ്റ്റ് ഷൂട്ട് ചെയ്തെന്ന് മാത്രം. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഇവിടെ ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്ട്സും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഒക്കെ ഓരോരുത്തരായിട്ട് വാങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടുപോവുക കഴിക്കാനുള്ളതിലേക്കാണ്. ചോക്കോസിൻ്റെയും അതുപോലെ വെറൈറ്റി ഇതിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഓഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും വാങ്ങിയിട്ട് ബില്ലടിക്കാൻ പോകാൻ നോക്കിയാൽ അവിടെ അതിലേറെ ക്യൂ ആണ്. പിന്നെ നമ്മൾ ഈ കുട്ടികളും വെച്ചിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും, അവരാച്ച കരയാനും തുടങ്ങും. അപ്പോൾ സനു കുറേ ഡയപ്പേഴ്സിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ട് ഓഫർ ഉണ്ടോ നോക്കി, അതുണ്ടായിരുന്നു, ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ അന്നൊന്ന് പെറുക്കി പോന്നു. അപ്പോഴാണ് നമ്മൾ ഈ ക്യൂ കണ്ടത്. അപ്പോൾ അത് അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചു. പിന്നെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇമ്മ ഐറോസിനെ എടുത്ത് നിൽക്കുകയാണ്. പക്ഷെ അവൾ വാശി പിടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടോ. അതുവരെ അവൾക്ക് ഉമ്മനെ മതിയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ പിന്നെ എൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് പറഞ്ഞാൽ എനിക്ക് വല്ലാതെ ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു മരുന്നും ചോയ പോലെ തോന്നും എനിക്ക്. ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. പിന്നെ ഇത് ആ പാത്രത്തിൻ്റെ സെക്ഷനിലേക്ക് ഞാൻ വീണ്ടും വന്നു. ജസ്റ്റ് ലുലുമാൾ വന്നതല്ലേ, നിങ്ങളെയും കാണിക്കാൻ വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. പിന്നെ ഇതൊക്കെ ഉപ്പിലിട്ട ഐറ്റംസ് തോന്നുന്നു, ഒലീവും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു സൈഡിൽ അങ്ങനെ ഓരോരുത്തർ വാങ്ങിപ്പോണ കണ്ടിട്ടോ. പിന്നെ ഇതാ ബേക്കറി ഐറ്റംസ് കുഞ്ഞു ബോക്സസിലാക്കിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ദ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഒരു നീണ്ട ഒരു എന്താ പറയുക, അങ്ങനെ സംഭവമാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബിരിയാണി ആയാലും ഇതൊക്കെ ബിരിയാണിയാണ്. പിന്നെ ഷവർമ്മ അതാ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സാലഡ് ഐറ്റംസും വേറൊരു സൈഡിലുണ്ട്. അതുപോലെ തന്നെ ഷവായി അത് കണ്ടിട്ട് ഇങ്ങനെ വെള്ളയിറക്കി ഇരുന്നിട്ട്. പിന്നെ അതുപോലെ തന്നെ എണ്ണക്കടിയും കാര്യങ്ങളുണ്ട്. പിന്നെ ബ്രോസ്റ്റഡ് ഐറ്റംസ്, അതായത് ഈ പൊട്ടാറ്റോ, അതുപോലെ തന്നെ പനീർ, കോളിഫ്ലവർ, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ. വലിയ റേറ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ നമ്മൾ വാങ്ങാൻ നിന്നില്ല, നിങ്ങൾക്കറിയാലോ. പിന്നെ ഇതെന്തോ ഗ്രേവി എന്തോ തോന്നുന്നു, എനിക്ക് മനസ്സിലായില്ല കേട്ടോ കണ്ടിട്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് ബിരിയാണിയൊക്കെ കണ്ട് ചില്ലങ്കോട്ടിൽ ബിരിയാണി കണ്ടുകൊത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വീറ്റിൻ്റെ സൈഡിലേക്ക് പോയപ്പോൾ നല്ല ഭംഗിയുള്ള സ്വീറ്റ്സ് കേട്ടോ. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആ റോസൊക്കെ കണ്ടില്ലേ, അതൊക്കെ എന്ത് തരം സ്വീറ്റാന്ന് തന്നെ എനിക്കറിയില്ല. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് വന്നതല്ലേ വിചാരിച്ച് ഷൂട്ട് ചെയ്തു. പിന്നെ അത് വെള്ള ക്യാരറ്റ് കണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക്, ഇതൊക്കെ ഫ്രീസ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സാണ് കേട്ടോ, നല്ല തണുപ്പായിട്ടുള്ളതാണ്. സ്ട്രോബെറി കണ്ടപ്പോൾ ഞാൻ എടുക്കാനായിട്ട് നിന്നു. വലിയ റേറ്റ് ഒന്നും ഉണ്ടാകുന്നില്ല.
പിന്നെ അതാ ഡേറ്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. വെറൈറ്റി ഡേറ്റ്സ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി. പിന്നെ ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്ത് ഒന്നുകൂടി തിരക്ക് അധികമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുകളിലെ സെക്ഷനിലേക്കൊന്നും പോകാൻ നിന്നില്ല. പിന്നെ ഇതാ ഒരുപാട് കുർത്താസിൻ്റെ കളക്ഷൻസ് കണ്ടു. നല്ല പ്രിൻ്റഡും നല്ലൊരു കളേഴ്സുമാണ് കേട്ടോ. ഞാൻ അങ്ങനെ കുർത്ത അധികം യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട് വാങ്ങുകയൊന്നും ചെയ്തില്ല. അങ്ങനെ അത് നോക്കിക്കണ്ട് പിന്നെ നമ്മൾ നേരെ വിട്ടു, വേറെ എവിടേക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വേറെ എവിടേക്കാണ് പോയിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പാലക്കാട് അടുത്താണെങ്കിൽ നമ്മൾ ഇങ്ങോട്ടാണ് പോകാം, ആ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അതിൻ്റെ വേറൊരു വ്ളോഗായിട്ട് ഞാൻ വരാം. ഇത് നല്ല ലോങ് ആവും, അതുകൊണ്ടാണ്. അത്രയേ ഉള്ളൂ.